ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും യുവർ സൈക്കോമെറ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ എടുക്കുന്നത് MG യൂണിവേഴ്സിറ്റിയിൽ രണ്ടാമത്തെ സെമ്മിലുള്ള MSc സൈക്കോളജിയിലെ പോസിറ്റീവ് സൈക്കോളജി ആണ്. സോ പാർട്ട് 1 ആണ് ഇന്ന് എടുക്കുന്നത്. അപ്പോൾ മൊഡ്യൂൾ 1 സൈക്കോളജി ഫ്രം എ പോസിറ്റീവ് പെർസ്പെക്റ്റീവ് എന്നുള്ളതാണ് മൊഡ്യൂൾ 1. അതിൽ നമുക്കൊരു 4 യൂണിറ്റ് കാണാം. അതിൽ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു പോസിറ്റീവ് സൈക്കോളജി ആണ് ഇന്ന് നമ്മൾ എടുക്കുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ. അപ്പോൾ ഡെഫിനിഷൻ ഒക്കെ പറയുന്നതിന് മുമ്പ് എന്താണ് ഏർലി സൈക്കോളജി കൂടുതലും മെയിൻലി ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് മെന്റൽ ഇൽനെസ്, അതുപോലെ ട്രോമ, ഡിപ്രഷൻ, അതുപോലെ തന്നെ ആൻസൈറ്റി പോലുള്ള കാര്യങ്ങളായിരുന്നു. അതായത് കൂടുതലും മെന്റൽ ഇൽനെസ്സിനായിരുന്നു അത് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ആളുകളിൽ എന്താണ് റോങ് ആയിട്ടുള്ളത് അതിനെ പറ്റി കൂടുതലും പഠിക്കുക എന്നുള്ളതായിരുന്നു ഏർലി സൈക്കോളജി കൂടുതലും ഫോക്കസ് ചെയ്തിരുന്നത് എന്താണ് ആളുകളിൽ റോങ് ആയിട്ടുള്ളത് എന്നതിനെ പറ്റിയായിരുന്നു. ഇപ്പോഴത്തെ സൈക്കോളജി മെന്റൽ ഇൽനെസ്സിനെ മാത്രമല്ല പഠിക്കുന്നത്, ഹാപ്പിനെസ്, സ്ട്രെങ്ത്, മീനിങ്, അതുപോലെ തന്നെ വെൽബീയിങ് ഇതുപോലെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അതായത് ആളുകളിൽ എന്താണ് ശരിയായിട്ടുള്ളത് അല്ലെങ്കിൽ ആളുകൾക്ക് എന്താണ് ശരിയായിട്ടുള്ളത് ആ കാര്യങ്ങളെയും എന്ത് ചെയ്യുന്നുണ്ട്, ഇന്നത്തെ സൈക്കോളജി പഠിക്കുന്നുണ്ട്. അപ്പോൾ ഏർലി സൈക്കോളജിന്ന് നമ്മളൊരു ഇപ്പോഴത്തെ സൈക്കോളജിയിലേക്ക് നോക്കുമ്പോൾ ഒരു ട്രാൻസിഷൻ നടന്നിട്ടുണ്ട്. അതായത് വാട്ട് ഈസ് റോങ് വിത്ത് പീപ്പിൾ ടു വാട്ട് ഈസ് റൈറ്റ് വിത്ത് പീപ്പിൾ എന്നുള്ളതിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട് സൈക്കോളജി മാറി. ആളുകൾക്ക് എന്താണ് റോങ് ആയിട്ടുള്ളത് എന്നുള്ളതായിരുന്നു ആദ്യം നോക്കിയിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്നും ആളുകൾക്ക് എന്താണ് ശരിയായിട്ടുള്ളത് അല്ലെങ്കിൽ ആളുകളിൽ എന്താണ് ശരിയായിട്ടുള്ളത് അതിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ട്രാൻസിഷൻ അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഡെഫിനിഷനിലേക്ക് കടക്കാം. പോസിറ്റീവ് സൈക്കോളജി ഈസ് ദ സയന്റിഫിക് സ്റ്റഡി ഓഫ് വാട്ട് മേക്സ് ലൈഫ് മോസ്റ്റ് വർത്ത് ലിവിങ്. പീറ്റർസൺ 2008 പറഞ്ഞിട്ടുള്ളത് പോസിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്നത് ഒരു സയന്റിഫിക് സ്റ്റഡിയാണ്. അതായത് ആളുകളിൽ അവരുടെ ജീവിതത്തിൽ ഏറ്റവും മൂല്യവത്താക്കുന്നത് ഏതാണ്, അവരുടെ ജീവിതത്തിൽ എന്താണ് അവരുടെ ജീവിതത്തിൽ അവർക്ക് ഏറ്റവും മൂല്യവത്താക്കുന്ന സാധനം എന്താണ്, അതിനെക്കുറിച്ചുള്ള ഒരു സയന്റിഫിക് സ്റ്റഡിയാണ് പോസിറ്റീവ് സൈക്കോളജി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇപ്പം കൂടുതലും ഈ ഒരു പോസിറ്റീവ് സൈക്കോളജിയിൽ പഠിക്കുന്നത് ഹാപ്പിനെസ്, സ്ട്രെങ്ത്, ഗുഡ് ക്വാളിറ്റീസ് ഒക്കെയാണ്. അതൊക്കെ ഒരു സയന്റിഫിക്, ഹാപ്പിനെസ് ആയാലും സ്ട്രെങ്ത് അതുപോലെ തന്നെ ഗുഡ് ക്വാളിറ്റീസ് ഒക്കെ ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ ഒരു സയന്റിഫിക് ആയിട്ടുള്ള വേയിൽ പഠിക്കുന്നതാണ് പോസിറ്റീവ് സൈക്കോളജിയിൽ നോക്കുന്നത്. അപ്പൊ അതിനെയാണ് എന്ത് പറഞ്ഞത്, അത്തരത്തിലുള്ള ഒരു സയന്റിഫിക് സ്റ്റഡിയാണ് പോസിറ്റീവ് സൈക്കോളജി എന്നാണ് പീറ്റർസൺ പറഞ്ഞിട്ടുള്ളത്. ഇനി മാർട്ടിൻ സെലിഗ്മാൻ ആൻഡ് മിഹാലി സിക്സൺ-മിഹാലി define positive psychology as the scientific study of positive human functioning and flourishing on multiple levels that include the biological, personal, relational, institutional, cultural, and global dimensions of life. അതായത് ഇവിടെ പറയുന്നത് ഇപ്പൊ മാർട്ടിൻ സെലിഗ്മാനും സിക്സൻസ് മിഹാലിയും കൂടെ പോസിറ്റീവ് സൈക്കോളജിനെ പറ്റി പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്. അതായത് ഇത് ഡിഫറെന്റ് ലെവൽസിലുള്ള ഹ്യൂമൻസിന്റെ പോസിറ്റീവ് ഫങ്ഷനിങ്ങിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഡിഫറൻസ് ലെവൽസിലുള്ള പോസിറ്റീവ് ഫങ്ഷനിങ്, ഹ്യൂമൻസിന്റെ പോസിറ്റീവ് ഫങ്ഷനിങ്ങിനെ പറ്റിയാണ് പഠിക്കുന്നത്. ഈ ഡിഫറെന്റ് ലെവൽസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്, ബയോളജിക്കൽ ഉണ്ടായിരിക്കും, പേഴ്സണൽ ഉണ്ടായിരിക്കും, റിലേഷണൽ ഉണ്ടായിരിക്കും, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഉണ്ടായിരിക്കും, കൾച്ചറൽ ഉണ്ടായിരിക്കും. പിന്നെ അതായത് ലൈഫിന്റെ ഒരു ഗ്ലോബൽ ഡയമെൻഷനെ പറ്റിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അത്തരത്തിലുള്ള ഡിഫറെന്റ് ലെവൽസിൽ ഉണ്ടാവുന്ന ഹ്യൂമൻസിന്റെ പോസിറ്റീവ് ഫങ്ഷനിങ്ങിനെ പറ്റിയിട്ടാണ് പോസിറ്റീവ് സൈക്കോളജി പഠിക്കുന്നത്. ഇപ്പൊ ഒരു ഹാപ്പി പേഴ്സൺ ആണെന്ന് വിചാരിക്കാം. അപ്പൊ അയാളുടെ ബയോളജിക്കൽ ആയിട്ടുള്ള ലെവലിൽ അയാൾക്ക് ഉണ്ടാവുന്ന പോസിറ്റീവ് ഫങ്ഷനിങ് എന്താണ്, അയാൾക്ക് നല്ലൊരു ഹെൽത്തി ബോഡി ഉണ്ടായിരിക്കും. പേഴ്സണൽ ആയിട്ട് പറയുകയാണെങ്കിൽ ആൾക്ക് നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കും. റിലേഷനിലാണ് പറയുകയാണെങ്കിൽ ഒരു ഗുഡ് ഫ്രണ്ട് സർക്കിൾസ് ആയിരിക്കും ഉണ്ടാവും. പിന്നെ കൾച്ചറിലാണെങ്കിൽ അയാൾക്ക് ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിലായിരിക്കും അയാൾ ജീവിക്കുന്നുണ്ടാവുക. അപ്പോൾ ഡിഫറൻസ് ലെവൽസിലുള്ള ഹ്യൂമൻസിന്റെ പോസിറ്റീവ് ഫങ്ഷനിങ്ങിനെ പറ്റി പഠിക്കുന്നതാണ്, അതിനെക്കുറിച്ച് പഠിക്കുന്ന ഒരു സയന്റിഫിക് സ്റ്റഡിയാണ് പോസിറ്റീവ് സൈക്കോളജി എന്നുള്ളതാണ് മാർട്ടിനും മിഹാലിയും കൂടെ പറഞ്ഞത്. ഇനി അടുത്ത ആള് പറഞ്ഞു നോക്കാം. ഷെൽഡൻ ആൻഡ് കിങ് 2001 ഡിഫൈൻ പോസിറ്റീവ് സൈക്കോളജി ആസ് നത്തിങ് മോർ ദാൻ ദ സയന്റിഫിക് സ്റ്റഡി ഓഫ് ഓർഡിനറി ഹ്യൂമൻ സ്ട്രെങ്സ് ആൻഡ് വിർച്വസ്. അതായത് ഇവിടെ പറയുന്നത് വെച്ചാൽ നോർമൽ ആയിട്ടുള്ള മനുഷ്യരെ പറ്റിയാണ് പഠിക്കുന്നത്. നോർമൽ ആയിട്ടുള്ള ആൾക്കാർ, നോർമൽ ആയിട്ടുള്ള സ്ട്രെങ്ത്, നോർമൽ ആയിട്ടുള്ള ആളുകളുടെ സ്ട്രെങ്ത്, പിന്നെ എവരിഡേ വിർച്വു, ഇതിനെയൊക്കെ പറ്റിയാണ് എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. അല്ലാണ്ട് എക്സ്ട്രാ ഓർഡിനറിനെ പറ്റിയിട്ടല്ല, എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ആളുകളെ പറ്റിയിട്ടല്ല പഠിക്കുന്നത്. നോർമൽ ആയിട്ടുള്ള ആളുകളുടെ സ്ട്രെങ്തിനെയൊക്കെ പറ്റിയാണ് ഇവിടെ കൂടുതലായിട്ട് പഠിക്കുന്നത്. മൊത്തത്തിലുള്ള ഒരു സയന്റിഫിക് സ്റ്റഡിയാണ് പോസിറ്റീവ് സൈക്കോളജി എന്നുള്ളതാണ് ഷെൽഡൻ ആൻഡ് കിങ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഗേബിൾ ആൻഡ് ഹേറ്റ് 2005 defined positive psychology is the study of the conditions and process that contribute to the flourishing or optimal functioning of people, groups and institutions. അതായത് ഇവർ പറയുന്നത് എന്താ വെച്ചാൽ
ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു പീപ്പിൾസിനെ ഗ്രോ ചെയ്യാനായിട്ടുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അവരെ വളർത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കണ്ടീഷൻസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അവർക്ക് ഫ്ലറിഷ് ചെയ്യാൻ ഉണ്ടാക്കുന്ന കണ്ടീഷൻസ് എന്തൊക്കെയാണ്, അവരുടെ ഫാമിലി, സ്കൂള്, പിന്നെ അതുപോലെ തന്നെ വർക്ക് പ്ലേസ്, ഇതൊക്കെ നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ഹെൽപ്പ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇൻഡിവിജ്വലും ഗ്രൂപ്പ്സും ഒക്കെ ഫ്ലറിഷ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഫ്ലറിഷ് ചെയ്യാൻ കഴിയുന്നത്, എങ്ങനെയാണ്, അതിനൊക്കെയാണ് കൂടുതലായിട്ടും ഇത് ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പൊ ഒരു പ്ലാന്റ് ആണെന്ന്, ഒരു പ്ലാന്റ് വളരണം എന്നുണ്ട്, അല്ലെങ്കിൽ ഒരു പ്ലാന്റ് ഫ്ലറിഷ് ആവണം എന്നുണ്ടെങ്കിൽ അതിന് വാട്ടറും സൺലൈറ്റും സോയിലൊക്കെ വേണം. അപ്പൊ അതേപോലെ തന്നെ പേഴ്സൺ ഫ്ലറിഷ് ആവണം എന്നുണ്ടെങ്കിൽ അവർക്ക് സപ്പോർട്ടും ലവും പർപ്പസും സ്ട്രെങ്തും ഒക്കെ വേണം. അപ്പൊ എന്താണ് എന്താണ് അവരെ ഫ്ലറിഷ് ആക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പീപ്പിളിനെ ഗ്രോ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ പീപ്പിളിനെ ആ ഒരു ഒപ്റ്റിമൽ ഫംഗ്ഷനിലേക്ക് എത്താൻ, ആ ഒരു പീപ്പിൾ അല്ലെങ്കിൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ ഒരു ഒപ്റ്റിമൽ ലെവലിലേക്ക് അവരുടെ ഫങ്ഷൻസ് ഒക്കെ ഫ്ലറിഷ് ആക്കാൻ വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കണ്ടീഷൻസ് ആൻഡ് പ്രോസസ്സിനെ പറ്റി പഠിക്കുന്നതാണ് പോസിറ്റീവ് സൈക്കോളജി എന്നുള്ളതാണ് ഗേബിൾ ആൻഡ് ഹെയ്ഡിറ്റ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ഒരു സ്റ്റുഡന്റ് ആണെന്ന് വിചാരിക്കുക, ആ ഒരു സ്റ്റുഡന്റ് ഫ്ലറിഷ് ആവണമെങ്കിൽ എന്തായിരിക്കണം, അതിന് ടീച്ചറിന്റെ സപ്പോർട്ട് വേണം, അതേപോലെ സ്വയം ഒരു വിശ്വാസം വേണം, എനിക്കിത് പഠിക്കാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ ആൾക്ക് നല്ലൊരു ക്ലിയർ ഗോൾസ് ഉണ്ടാവണം എന്നുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ആ സ്റ്റുഡന്റ് എന്തായിരിക്കും, ഫ്ലറിഷ് ആവും എന്നുള്ളത്. ഇനിയിപ്പോ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എടുക്കുകയാണെങ്കിലോ അവിടെ എംപ്ലോയീസിന് നല്ല വാല്യൂ കൊടുത്തിരിക്കണം, അവിടെ ഒരു ടീം വർക്ക് ഉണ്ടായിരിക്കണം, പിന്നെ അതുപോലെ തന്നെ ആ ഒരു അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എന്തായിരിക്കും, ആ ഇൻസ്റ്റിറ്റ്യൂഷൻ അവിടെ ഗ്രോ ചെയ്യും. അപ്പോൾ ആ ഒരു ഗ്രോത്ത് നടത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ കണ്ടീഷൻസ് ആൻഡ് പ്രോസസ് ഒക്കെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, അതിനെ പറ്റി പഠിക്കുന്ന ഒരു സ്റ്റഡിയാണ് എന്ത് ഈ പോസിറ്റീവ് സൈക്കോളജി എന്നുള്ളതാണ് ഗേബിൾ ആൻഡ് ഹെഡിറ്റ് പറഞ്ഞത്. അക്കോർഡിംഗ് ടു അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ, നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് അമേരിക്കൻ സൈക്കോളജിക്കൽ APA എങ്ങനെയാണ് പോസിറ്റീവ് സൈക്കോളജിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അക്കോർഡിംഗ് ടു അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ, പോസിറ്റീവ് സൈക്കോളജി ഈസ് എ ഫീൽഡ് ഓഫ് സൈക്കോളജിക്കൽ തിയറി ആൻഡ് റിസർച്ച് that focuses on the psychological states, individual traits or character, strength, and social institutions that enhance subjective well-being and make life most worth living. അതായത് APA പറഞ്ഞത് പോസിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്നത് സൈക്കോളജിക്കൽ തിയറിയുടെയും റിസർച്ചിന്റെയും ഒക്കെ ഒരു ഫീൽഡാണ്. അത് ഫോക്കസ് ചെയ്യുന്ന എന്തിനൊക്കെയാണ്, സൈക്കോളജിക്കൽ ആയിട്ടുള്ള സ്റ്റേറ്റ്സ് അഥവാ പോസിറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസ്, അതായത് ഇപ്പോൾ ഹാപ്പിനെസ്, ജോയ് പോലെയുള്ള പോസിറ്റീവ് ഇമോഷൻസിനെ നോക്കുന്നുണ്ട്. പോസിറ്റീവ് ആയിട്ടുള്ള ട്രെയ്റ്റ്സ്, അതായത് ഹോണസ്റ്റി, കൈൻഡ്നസ്, വിസ്ഡം പോലെയുള്ള പോസിറ്റീവ് ട്രെയ്റ്റ്സിനെ അത് ഫോക്കസ് ചെയ്യുന്നുണ്ട്. പോസിറ്റീവ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഫോക്കസ് ചെയ്യുന്നത്. പോസിറ്റീവ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ ഫാമിലി, സ്കൂള്, വർക്ക്, ഇതിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവര് ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പോസിറ്റീവ് സൈക്കോളജി എന്ത് ചെയ്യുന്നുണ്ട്, സബ്ജക്റ്റീവ് ആയിട്ടുള്ള വെൽബീയിങ്ങിനെ എൻഹാൻസ് ചെയ്യുന്നുണ്ട്. അത് അതായത് അവരുടെ ജീവിതം അവർക്കൊരു എന്താണ് വർത്ത് ലിവിങ് ആക്കി കൊടുക്കാൻ, മൂല്യവത്താക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സബ്ജക്റ്റീവിന്റെ ലൈഫ് മൂല്യവത്താക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്താണ് വർത്ത് ലിവിങ് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ കാര്യങ്ങളിലൊക്കെ അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഫോക്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു സൈക്കോളജിക്കൽ തിയറിനെ പറ്റിയും ഒരു റിസർച്ച് ഒക്കെ ഉള്ള ഒരു ഫീൽഡാണ് പോസിറ്റീവ് സൈക്കോളജി എന്നുള്ളതാണ് APA പറഞ്ഞിട്ടുള്ളത്. To push this brief description a bit further, positive psychology is a scientific approach to studying human thoughts, feelings, and behavior with a focus on strengths instead of weakness, building the good in life instead of repairing the bad, and taking the lives of average people up to great instead of focusing solely on moving those who are struggling up to normal. അതായത് ഈ ഒരു ഡിസ്ക്രിപ്ഷൻ, അപ്പൊ അപ്പൊ ഇതിന്റെ ഒരു മീനിങ് എന്താ വെച്ചാൽ, പോസിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്നത് എന്താണ്, ഹ്യൂമൻസ് തോട്ട്സിനെയും ഫീലിങ്സിനെയും ബിഹേവിയറിനെയൊക്കെ പറ്റി സയന്റിഫിക്കലി പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരെന്താണ് സ്ട്രെങ്തിനെ നോക്കുന്നുണ്ട്, സ്ട്രെങ്തിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്, വീക്ക്നെസ്സിനെ അല്ല. പോസിറ്റീവ് സൈക്കോളജി സ്ട്രെങ്തിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്, അല്ലാതെ വീക്ക്നെസ്സിനെ അല്ല. അതുപോലെ തന്നെ ഒരു ഗുഡ് ക്വാളിറ്റീസ് ഒക്കെ ബിൽഡ് ചെയ്യാനായിട്ടാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലാതെ ഒരു പ്രോബ്ലത്തിനെ ഫിക്സ് ആക്കാനല്ല പോസിറ്റീവ് സൈക്കോളജി നോക്കുന്നത്. അതുപോലെ തന്നെ നോർമൽ ആയിട്ടുള്ള പീപ്പിൾസിനെ എന്താണ് ബെറ്റർ ആയിട്ടുള്ള രീതിയിലേക്ക്, അല്ലെങ്കിൽ ബെറ്റർ ആക്കി കൊണ്ടുവരാൻ, അവർക്ക് ഫ്ലറിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, നല്ലൊരു കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ അവർക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പോസിറ്റീവ് സൈക്കോളജി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അല്ലാതെ ജസ്റ്റ് ഒരു എന്താ പറയാ ഒരു സിക്ക് ആയിട്ടുള്ള ഒരു പീപ്പിളിനെ ഒരു നോർമലിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതല്ല പോസിറ്റീവ് സൈക്കോളജി ചെയ്യുന്നത്. അവർക്ക് നല്ലൊരു കോൺഫിഡൻസും ഹാപ്പിനെസ്സും അവരുടെ ലൈഫ് നല്ല വർത്ത് ലിവിങ് ആക്കാൻ പറ്റിയിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ പറഞ്ഞ എന്താ വെച്ചാൽ, പോസിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്നത് ഹ്യൂമൻസിന്റെ തോട്ട്സിനെ പറ്റിയും ഫീലിങ്സിനെ പറ്റിയും ബിഹേവിയറിനെ പറ്റിയും ഒക്കെ സയന്റിഫിക്കലി പഠിക്കുന്ന ഒന്നാണ് പോസിറ്റീവ് സൈക്കോളജി. ഇത് ഫോക്കസ് ചെയ്യുന്നത് സ്ട്രെങ്തിനെയാണ്, അല്ലാണ്ട് വീക്ക്നെസ്സിനെ അല്ല.
പിന്നെ അതുപോലെ തന്നെ ആളുകളിൽ ഒരു ഗുഡ് ക്വാളിറ്റീസ്, നോർമൽ ആയിട്ടുള്ള ആളുകളിൽ ഒരു ഗുഡ് ക്വാളിറ്റീസ് ഡെവലപ്പ് ചെയ്യുക. അവരുടെ ലൈഫ് കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഗുഡ് ക്വാളിറ്റീസ് അവരെ കൊണ്ട് പഠിപ്പിക്കുക, അല്ലെങ്കിൽ അവരിൽ കൊണ്ടുവരിക. അതേപോലെ എന്താണ്, അതായത് ഒരു സിക്ക് ആയിട്ടുള്ള ഒരു പേഴ്സണിനെ നോർമലിലേക്ക് കൊണ്ടുവരുന്നതല്ല അവിടെ ചെയ്യുന്നത്. അവർക്ക് ഒരു ഗുഡ് ക്വാളിറ്റീസ് അവരിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് പോസിറ്റീവ് സൈക്കോളജി നോക്കുന്നത്. അപ്പൊ ഇത്രയാണ് ഡെഫിനിഷൻസ് പറയാനുള്ളത്. ഇനി നമുക്ക് പറയാനുള്ളത് അസംഷൻസ് ഓഫ് പോസിറ്റീവ് സൈക്കോളജി ആണ്. Okay. Assumptions of positive psychology ആണ് പറയുന്നത്. A major assumptions of positive psychology is that the field of psychology has become unbalanced. അതായത് പോസിറ്റീവ് സൈക്കോളജിന്റെ ഒരു മേജർ അസംഷൻ എന്ന് പറയുന്നത് എന്താണ്, ഈ ഫീൽഡ് ഓഫ് സൈക്കോളജി എന്ന് പറയുന്നത് ഒരു അൺബാലൻസ്ഡ് ആയിട്ട് മാറിയിരിക്കുന്നു. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏർലിയർ സൈക്കോളജി കൂടുതലും ഫോക്കസ് ചെയ്തിരുന്നത് എന്തിനെയായിരുന്നു, ഈ മെന്റൽ ഇൽനെസ്സിനെ, അതായത് ആൻസൈറ്റി, ട്രോമ, ഡിപ്രഷൻ പോലുള്ള മെന്റൽ ഇൽനെസ്സിനെ ആയിരുന്നു കൂടുതലും ഫോക്കസ് ചെയ്തിരുന്നത്. അതേപോലെ തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള ആസ്പെക്ട്സുകളാണ് അവർ കൂടുതലായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഫോക്കസ് ചെയ്തിരുന്നത്. എന്താണ്, അപ്പോ പോസിറ്റീവ് ആയിട്ടുള്ള ഇപ്പം ഹാപ്പിനെസ്, സ്ട്രെങ്ത് പോലുള്ള കാര്യങ്ങളൊക്കെ അവര് ഫോക്കസ് കൊടുക്കുന്നത് വളരെ കുറവായിരുന്നു. കൂടുതലും ഫോക്കസ് ചെയ്തിരുന്നത് നെഗറ്റീവ് ആയിട്ടുള്ള ആസ്പെക്റ്റുകൾക്കായിരുന്നു. അപ്പൊ അവിടെ എന്തായി, ഒരു അൺബാലൻസ്ഡ് ആയി എന്നുള്ളതാണ് പറയണത്. അപ്പൊ നമ്മൾ ഡിപ്രഷനെ പറ്റി പഠിക്കുന്ന പഠനങ്ങൾ അല്ലെങ്കിൽ സ്റ്റഡീസ്, റിസർച്ചുകളൊക്കെ വളരെ കൂടുതലായിരുന്നു. പക്ഷെ ജോയ്, കണ്ടന്റ്മെന്റ്, ഹാപ്പിനെസ്, സ്ട്രെങ്ത് പോലെയുള്ള പോസിറ്റീവ് കാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്ന അല്ലെങ്കിൽ അതിനെ പറ്റി റിലേറ്റഡ് ആയിട്ടുള്ള റിസർച്ചുകൾ വളരെ കുറവായിരുന്നു. അതാണ് ഇവിടെ പറഞ്ഞ ഫീൽഡ് ഓഫ് സൈക്കോളജി ബിക്കം അൺബാലൻസ്ഡ് എന്നുള്ളത്. അപ്പോൾ അതാണ് ഒരു മേജർ അസംഷൻ എന്ന് പറയുന്ന പോസിറ്റീവ് സൈക്കോളജിയുടെ. ഇനി ഹ്യൂമൻ ഗുഡ്നസ് ആൻഡ് എക്സലൻസ് ആർ ആസ് ഒതന്റിക് ആസ് ഡിസോർഡേഴ്സ് ആൻഡ് ഡിസ്ട്രസ് ആൻഡ് therefore deserve equal attention from mental health practitioners. ഇപ്പൊ നമ്മൾ ഡിസോർഡേഴ്സിനെയും ഡിസ്ട്രസിനെയും എന്ത് ചെയ്യുന്നുണ്ട്, മെന്റൽ ഹെൽത്ത് പ്രാക്ടീഷണേഴ്സ് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നുണ്ട്. കാരണം ഡിസോർഡേഴ്സും ഡിസ്ട്രസും ഒക്കെ എന്താണ്, റിയൽ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതേപോലെ തന്നെ ഹ്യൂമൻ ഗുഡ്നസ്സും എക്സലൻസും ഒക്കെ പറയുന്നത് എന്താണ്, റിയൽ ആണ്, ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ നമ്മൾ ഡിസോർഡേഴ്സിനും ഡിസ്ട്രസിനും കൊടുക്കുന്ന അതേ ഇമ്പോർട്ടൻസ് ആർക്കും കൂടെ കൊടുക്കണം, ഈ ഹ്യൂമൻ ഗുഡ്നസിനും എക്സലൻസിനും കൊടുക്കണം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾക്കും ഈക്വൽ ആയിട്ടുള്ള അറ്റൻഷൻസ് മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ് കൊടുക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഇറ്റ്സ് ടൈം ടു ചലഞ്ച് ദ ഡിസീസ് മോഡൽ എന്നുള്ളത്. അതായത് ഡിസീസ് മോഡൽ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള ആസ്പെക്ട് അല്ലെങ്കിൽ മെന്റൽ ഇൽനെസ്സിനായിരുന്നു ഏർലി സൈക്കോളജി കൂടുതലും ഫോക്കസ് കൊടുത്തിരുന്നത്. പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് എന്തായിരുന്നു കൊടുക്കുന്നത് വളരെ കുറവായിരുന്നു. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ആ ഒരു ഡിസീസ് മോഡലിനെ ചേഞ്ച് ചെയ്യേണ്ട ടൈം ആയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഡിസീസിനെ, ഇപ്പൊ ഒരു സ്ട്രെസ് ഉള്ള ഒരാളെ സ്ട്രെസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മെന്റൽ ഹെൽത്ത് പ്രാക്ടീഷണേഴ്സ് നോക്കുന്നുണ്ട്. അപ്പോൾ ആ സ്ട്രെസ് റെഡ്യൂസ് ചെയ്യുന്നത് പോലെ തന്നെ അവർക്ക് ഹാപ്പിനെസ് ഡെവലപ്പ് ചെയ്യാനുള്ള സ്കില്ലും കൂടെ എന്ത് ചെയ്യണം, പഠിപ്പിക്കണം എന്നുള്ളത്. അപ്പൊ ആ ഒരു പ്രോബ്ലംസ് മാറ്റുന്നതിനോടൊപ്പം തന്നെ അവർക്ക് എങ്ങനെ നല്ല രീതിയിൽ ഹാപ്പിനെസ് ആയിട്ട് ഗുഡ് ക്വാളിറ്റീസ് ഒക്കെ അവർക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ളതും കൂടെ മെന്റൽ ഹെൽത്ത് പ്രാക്ടീഷണേഴ്സ് ഫോക്കസ് ചെയ്യണം. ആ ഒരു ഡിസീസ് മോഡൽ മാറ്റിയിട്ട് അവർക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടെ എന്ത് ചെയ്യണം, ഫോക്കസ് ചെയ്യണം എന്നുള്ളതാണ്. ഇനി ഹ്യൂമൻ ബീയിങ്സ് ഹാവ് ദ പൊട്ടൻഷ്യൽ ഫോർ ഗുഡ് ആൻഡ് ദാറ്റ് വി ആർ മോട്ടിവേറ്റഡ് ടു പെർസ്യൂ എ ഗുഡ് ലൈഫ് എന്നുള്ളത്. അതായത് ഇവിടെ പറയുന്നത് എന്താണ്, ആഹ് അതായത് എല്ലാ മനുഷ്യർക്കും ഗ്രോ ചെയ്യാനും സക്സസ്ഫുൾ ആവാനും ഉള്ള ഒരു പൊട്ടൻഷ്യൽ എല്ലാ മനുഷ്യർക്കും ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമ്മളൊക്കെ ഹാർഡ് വർക്ക് ചെയ്യുന്നത് നമ്മുടെ ഫ്യൂച്ചർ ബെറ്റർ ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാ ആളുകൾക്കും ആ ഒരു ഗ്രോ ചെയ്യാനുള്ള ഒരു സാധനം ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. The discipline of positive psychology is primarily focused on the promotion of the good life. അതായത് പോസിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്ന ഡിസിപ്ലിൻ പ്രൈമർലി മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഗുഡ് ലൈഫിനെ പ്രൊമോട്ട് ചെയ്യുന്നതിനെ പറ്റിയാണ്. അതായത് പോസിറ്റീവ് സൈക്കോളജി മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ആളുകളുടെ ലൈഫ് എങ്ങനെ ഗുഡ് ആൻഡ് ഹാപ്പി ലൈഫ് ആക്കാം, അല്ലെങ്കിൽ ഒരു പേഴ്സന്റെ ജീവിതം വളരെ ഹാപ്പിയും അതുപോലെ തന്നെ നല്ല രീതിയിലും കൊണ്ടുപോകാനായിട്ട് ആ ആളെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ആ ഹെൽപ്പ് ചെയ്യുന്നതിനെ പറ്റിയാണ് കൂടുതലായിട്ടും ഈ പോസിറ്റീവ് സൈക്കോളജി എന്ത് ചെയ്യുന്നത്, മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഒരാൾക്ക് ഇപ്പം സൈക്കോളജിസ്റ്റ് ആണെങ്കിൽ ആ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് വരുന്ന ഒരു ക്ലയന്റിന് ഡിപ്രഷൻ ആണെന്ന് മനസ്സിലായി. അപ്പൊ ആ ഒരു ഡിപ്രഷനെ ട്രീറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അവരുടെ ലൈഫ് വളരെ ഹാപ്പിനെസ്സും അതുപോലെ തന്നെ എന്താണ് സ്ട്രെങ്ത് ആക്കാനും അതുപോലെ തന്നെ അവരുടെ ലൈഫിന് ഒരു മീനിങ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു മീനിങ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ഇൻക്രീസ് ചെയ്യിപ്പിക്കാനും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ഡിപ്രഷനെ ട്രീറ്റ് ചെയ്യുന്നതിനോടൊപ്പം ഇതും കൂടെ ആര് ട്രൈ ചെയ്യുന്നുണ്ടാവും, ഈ സൈക്കോളജിസ്റ്റ് ട്രൈ ചെയ്യുന്നുണ്ടാവും. The good life refers to those factors that contribute most predominantly to a well-lived life. അതായത് ഇവിടെ പറയുന്നത് എന്താ വെച്ചാല് ഗുഡ് ലൈഫ് എന്നുള്ളത് കൊണ്ട് അർത്ഥാക്കുന്നത് എന്താ വെച്ചാൽ ഒരു പേഴ്സന്റെ ജീവിതം സാറ്റിസ്ഫൈങ്ങും ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള രീതിയിലേക്ക് മാറുന്നതിന് ചില കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പേഴ്സന്റെ ലൈഫ് ഹാപ്പി ആവുന്നതും ആ ഒരു സാറ്റിസ്ഫൈങ് ആക്കുന്നതിനും ചില കാര്യങ്ങൾ ചില തിങ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ചില തിങ്സ് അതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗുഡ് ലൈഫ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു
ചില തിങ്സ് എന്ന് പറയുന്നത്, അതായത് ഇപ്പൊ ഒരു ഗുഡ് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ, അവരുടെ ലൈഫിൽ അവർക്ക് ഒരു പർപ്പസ് ഉണ്ടെങ്കിൽ, അവർക്ക് ഒരു പേഴ്സണൽ ഗ്രോത്ത് ഒക്കെ ഉണ്ടെങ്കിൽ എന്തായിരിക്കും, ഇതൊക്കെ ഈ ഒരു പേഴ്സണിനെ അയാളുടെ ലൈഫ് വളരെ എന്താ പറയാ ഗുഡ് ലൈഫായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും, അല്ലെങ്കിൽ നല്ല രീതിയിൽ അവരെ ജീവിക്കാനായിട്ട് ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാ പറഞ്ഞത്. അപ്പൊ അത്തരത്തിൽ ആ ഒരു പേഴ്സണിന്റെ ജീവിതം വളരെ സാറ്റിസ്ഫൈയിങ്ങും ഗുഡ് ലൈഫ് ആവുന്നതിന് കാരണമാകുന്ന ചില തിങ്സ് ഉണ്ട്. ആ തിങ്സിനെ നമ്മൾ ഗുഡ് ലൈഫ് എന്നാണ് പറയാ. ഇപ്പൊ ഇനി qualities that define the good life are those that enrich our lives, make life worth living, and foster strong character. അതായത് ഇവിടെ ഗുഡ് ലൈഫിൽ കുറച്ച് ക്വാളിറ്റീസ് ഇൻക്ലൂഡഡ് ആണ്. അതായത് ആ ഒരു ക്വാളിറ്റീസ് കാരണം അയാളുടെ ലൈഫ് അവിടെ ഇമ്പ്രൂവ് ആവും. അതുപോലെ തന്നെ അവരുടെ ലൈഫിന് കുറച്ചുകൂടെ മീനിങ് കൊടുക്കും. അതുപോലെ തന്നെ ഒരു ഗുഡ് ക്യാരക്ടർ ഒക്കെ ബിൽഡ് ചെയ്യുന്നതിനായിട്ട് ഈ പറയുന്ന ക്വാളിറ്റീസ് എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ക്വാളിറ്റീസ് എന്ന് പറയുമ്പോൾ കൈൻഡ്നസ്, ഹോണസ്റ്റി, കറേജ്, ലവ്, ഗ്രാറ്റിറ്റ്യൂഡ്, ഇത്തരത്തിലുള്ള ക്വാളിറ്റീസും കൂടെ ഉണ്ടെങ്കിൽ അയാളുടെ ലൈഫ് കുറച്ചും കൂടെ എന്തായിരിക്കും, റിച്ചർ ആവും എന്ന് പറയുന്നു. അതിനെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഗുഡ് ലൈഫിൽ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് ക്വാളിറ്റീസ് ഉണ്ട്. ആ ക്വാളിറ്റീസ് എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ലൈഫ് കുറച്ചുകൂടെ റിച്ചർ ആവാൻ വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി സെലിഗ്മാൻ ഡിഫൈൻസ് ഗുഡ് ലൈഫ് ആസ് എ കോമ്പിനേഷൻ ഓഫ് ത്രീ എലമെന്റ്സ്. അതായത് ഈ ഗുഡ് ലൈഫ് എന്ന് പറയുന്നത് മാർട്ടിൻ സെലിഗ്മാൻ പറയുന്നത്, ഗുഡ് ലൈഫ് എന്ന് പറയുമ്പോൾ ഈ ഗുഡ് ലൈഫ് എന്ന് പറയുന്നത് ഒരു 3 എലമെന്റ്സിന്റെ കോമ്പിനേഷനെയാണ് നമ്മൾ ഗുഡ് ലൈഫ് എന്ന് പറയാം. ആ 3 എലമെന്റ്സ് ഏതൊക്കെയാണ്, പോസിറ്റീവ് കണക്ഷൻ ടു അതേഴ്സ് ഓർ പോസിറ്റീവ് സബ്ജക്ട് എക്സ്പീരിയൻസ് ആൻഡ് പോസിറ്റീവ് ഇൻഡിവിജ്വൽ ട്രേറ്റ്സ് ആൻഡ് ലൈഫ് റെഗുലേഷൻ ക്വാളിറ്റീസ്. അങ്ങനെ ഈ ഒരു 3 എലമെന്റ്സിന്റെയും കോമ്പിനേഷനെയാണ് നമ്മൾ ഗുഡ് ലൈഫ് എന്നുള്ളത് കൊണ്ട് ഡിഫൈൻ ചെയ്യുന്നത് എന്നുള്ളതാണ് സെലിഗ്മാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി അതിൽ പോസിറ്റീവ് കണക്ഷൻ എന്താന്നുള്ളത് നോക്കാം. പോസിറ്റീവ് കണക്ഷൻ റെഫേഴ്സ് ടു ആസ്പെക്ട്സ് ഓഫ് അവർ ബിഹേവിയർ ദാറ്റ് കോൺട്രിബ്യൂട്ട് ടു പോസിറ്റീവ് കണക്റ്റഡ്നെസ് ടു അതേഴ്സ്. അതായത് പോസിറ്റീവ് കണക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ബിഹേവിയറിന്റെ ഒരു ആസ്പെക്റ്റിനെയാണ് പോസിറ്റീവ് കണക്ഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ബിഹേവിയർ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളുടെ ഒരു മറ്റുള്ളവരുമായിട്ടൊരു പോസിറ്റീവ് കണക്ഷൻ ഉണ്ടാക്കുന്നതിൽ ഈ പറയുന്ന ബിഹേവിയർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ പോസിറ്റീവ് കണക്ഷൻ എന്ന് പറയുന്നത്. അതായത് അയാൾക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഗുഡ് റിലേഷൻഷിപ്പ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ഇമോഷൻസ് ഒക്കെ ഉണ്ടാവുന്നതിനാണ് നമ്മൾ പോസിറ്റീവ് കണക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഇറ്റ് ഈസ് ദ പോസിറ്റീവ് സബ്ജക്റ്റീവ് എക്സ്പീരിയൻസസ് ദാറ്റ് ഇൻക്ലൂഡ്സ് ദ എബിലിറ്റി ടു ലവ്, forgive, and the presence of spiritual connections, happiness, and life satisfaction that combine to help and create a sense of deeper meaning and purpose in life എന്ന് പറയുന്നത്. അതായത് ഈ പോസിറ്റീവ് കണക്ഷൻ ടു അതേഴ്സ് അല്ലെങ്കിൽ പോസിറ്റീവ് സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരു ഗുഡ് റിലേഷൻഷിപ്പ് ഉണ്ടാവുക, അല്ലെങ്കിൽ പോസിറ്റീവ് ഇമോഷൻസ് ഒക്കെ ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പൊ അതായത് ഒരു ലവിങ് ഫാമിലി ഉണ്ടാവുക, അല്ലെങ്കിൽ എന്താ മറ്റുള്ളവർക്ക് നമ്മൾ ഫോർഗിവിങ്, മാപ്പ് കൊടുക്കുക, നമുക്കൊരു ഹാപ്പിനെസ്സും സാറ്റിസ്ഫാക്ഷനും ഒക്കെ ഫീൽ ചെയ്യുക, നമുക്കൊരു സ്പിരിച്വൽ ആയിട്ടുള്ള കണക്ഷൻ ഉണ്ടാവുക. ഇത്തരത്തിലുണ്ടാവുന്ന എക്സ്പീരിയൻസസ് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ലൈഫ് കുറച്ചും കൂടെ മീനിങ് ആക്കുന്നതും നമ്മുടെ ലൈഫ് കുറച്ച് പർപ്പസ് ആക്കുന്നതൊക്കെ ഇത്തരത്തിലുണ്ടാവുന്ന ഒരു എന്താ പറയാ എക്സ്പീരിയൻസസുകളാണ് എന്നാണ് പറയുന്നത്. അപ്പം അപ്പൊ എന്താണ് പോസിറ്റീവ് കണക്ഷൻ എന്ന് പറയുമ്പോൾ ലവ്, ഫോർഗീവ്നെസ്, സ്പിരിച്വാലിറ്റി, ഹാപ്പിനെസ്, സാറ്റിസ്ഫാക്ഷൻ വിത്ത് ലൈഫ്, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ലൈഫിൽ ആ ഒരു ഡീപ്പ് മീനിങ് എന്ത് ചെയ്യുന്നുണ്ട്, ഉണ്ടാക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ലൈഫിന് ഒരു ഡീപ്പ് മീനിങ് ഒക്കെ ഫീൽ ചെയ്യാനായിട്ട് ഇത്തരത്തിലുള്ള എന്ത് ചെയ്യുന്നുണ്ട്, പോസിറ്റീവ് കണക്ഷൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. Positive individual traits may include such things as a sense of integrity, the ability to be creative, and the presence of virtues such as courage and humility. ഇപ്പൊ പോസിറ്റീവ് ഇൻഡിവിജ്വൽ ട്രേറ്റ്സ് എന്ന് പറയുന്നത് ഇന്റഗ്രിറ്റി, ക്രിയേറ്റീവ് ആൻഡ് കറേജ് ആൻഡ് ഹ്യൂമിലിറ്റി, ഇതൊക്കെ എന്താണ്, ഒരു പോസിറ്റീവ് ഇൻഡിവിജ്വൽ ട്രേറ്റ്സ് ആണ്. അതായത് ഒരു പേഴ്സണിൽ ഉണ്ടാവേണ്ട ഗുഡ് ക്വാളിറ്റീസ് ആണ് ഇന്റഗ്രിറ്റിയും ക്രിയേറ്റിവിറ്റിയും കറേജും ഹ്യൂമിലിറ്റി എന്നൊക്കെ പറയുന്നത്. ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹോണസ്റ്റ് ആവുക, നമ്മൾ ആരും വാച്ച് ചെയ്യുന്നില്ലെങ്കിൽ പോലും നമ്മൾ ഹോണസ്റ്റ് ആവുന്നതിനെയാണ് നമ്മൾ ഇന്റഗ്രിറ്റി എന്ന് പറയാം. അപ്പൊ ക്രിയേറ്റീവ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, നമ്മൾ പുതിയൊരു വേസിൽ നമ്മൾ ചിന്തിക്കുന്നതിനെയാണ് നമ്മൾ ക്രിയേറ്റീവ് എന്ന് പറയാം. കറേജ് എന്ന് പറയുന്ന ഫിയറിനെ നമ്മൾ അവോയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ ഫിയർ ഇല്ലാത്തതിനെയാണ് നമ്മൾ കറേജ് എന്ന് പറയാം. ഹ്യൂമിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ സിമ്പിൾ ആൻഡ് മോഡസ്റ്റ് ആവുക, നമുക്ക് പ്രൗഡ് ഒന്നും ഇല്ലാതെ നമ്മൾ സിമ്പിൾ ആൻഡ് മോഡസ്റ്റ്, നമ്മൾ എന്ത് ചെയ്താലും അതിനെ പ്രൗഡായിട്ട് മറ്റുള്ളവരെ കാണിക്കാൻ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് ജീവിക്കുന്നതിനാണ് ഹ്യൂമിലിറ്റി എന്ന് പറയാം. ഇതൊരു പേഴ്സണിന്റെ ഇന്നർ ക്വാളിറ്റീസ് ആണ്. ഈ ഒരു ഇന്നർ ക്വാളിറ്റീസ് ആ പേഴ്സൺ ഉണ്ടെന്നുണ്ടെങ്കിൽ ആൾ നല്ലൊരു ഗുഡ് ആൻഡ് എന്താണ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും എന്നുള്ളതാണ്. ഇനി ലൈഫ് റെഗുലേഷൻ ക്വാളിറ്റീസ് ആർ ദോസ് ക്വാളിറ്റീസ് ദാറ്റ് അലോസ് us to regulate our day to day behavior in such a way that we can accomplish our goals. അതായത് ലൈഫ് റെഗുലേഷൻ ക്വാളിറ്റീസ് എന്ന് പറയുന്നത്
കുറച്ച് ക്വാളിറ്റീസ് ആണ്, അല്ലെങ്കിൽ എന്താണ് എന്താ പറയുക സ്കില്ലുകളാണ്. ഈ ലൈഫ് റെഗുലേഷൻ ക്വാളിറ്റീസ് നമ്മളെ ഡേ ടു ഡേ ലൈഫിൽ അല്ലെങ്കിൽ ഡെയിലി ലൈഫിൽ ഉണ്ടാകുന്ന എന്താ ബിഹേവിയറിനെ കൺട്രോൾ ചെയ്തിട്ട് നമ്മുടെ ഗോൾസിലേക്ക് അച്ചീവ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പൊ ഈ ലൈഫ് റെഗുലേഷൻ ക്വാളിറ്റീസ് എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഇമോഷൻസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുക, ടൈം മാനേജ് ചെയ്യുക, ഇതൊക്കെ എന്താണ് ഒരു ലൈഫ് റെഗുലേഷൻ ക്വാളിറ്റീസ് ആണ്. അപ്പൊ ഈ ക്വാളിറ്റീസ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ബിഹേവിയറിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് നമുക്ക് ഗോളിലേക്ക് എത്താൻ പറ്റും. ഇപ്പൊ ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ ഒരു സ്റ്റുഡന്റ് ടൈം ഒന്നും വേസ്റ്റ് ചെയ്യാതെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് ഹയർ സ്കോർ കിട്ടും, അല്ലെങ്കിൽ ആ സ്കൂളിൽ തന്നെ ടോപ്പ് ആയിട്ട് മാറും എന്നുള്ളത്. അപ്പൊ ഈ ലൈഫ് റെഗുലേഷൻ ക്വാളിറ്റീസ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ബിഹേവിയറിനെ കൺട്രോൾ ചെയ്ത് നമ്മുടെ ഗോളിലേക്ക് എത്താനായിട്ട് സഹായിക്കുന്നു. A primary goal of what could be termed as the positive psychology movement is to be a catalyst for change in the focus of psychology from a preoccupation with repairing the worst things in life to also building positive qualities. അതായത് പോസിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു നേരത്തെ തന്നെ, സൈക്കോളജി എന്ന് പറയുന്നത് പണ്ട് എന്താണ് ഇപ്പൊ എന്തെങ്കിലും ഒരു ഡിസോർഡേഴ്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഡിസ്ട്രെസ് ഉണ്ടെങ്കിൽ ആ ഡിസ്ട്രെസ്സിനെ ഒഴിവാക്കിയിട്ട് അല്ലെങ്കിൽ ഡിസ്ട്രെസ്സിനെ ആ ഒരു മെന്റൽ പ്രോബ്ലംസിനെ റിമൂവ് ചെയ്യുന്നതായിരുന്നു സൈക്കോളജി. അല്ലെങ്കിൽ ആ ഒരു ഡിസോർഡേഴ്സിനെ ഫിക്സ് ചെയ്യുക എന്നുള്ളത് മാത്രമായിരുന്നു എന്താ അതിനെ മാറ്റിയിട്ട് മാറ്റുക എന്നുള്ളത് മാത്രമായിരുന്നു സൈക്കോളജിയിൽ ഉണ്ടായിരുന്ന ഒരു ഗോൾ എന്ന് പറയുന്നത്. പക്ഷെ അവിടെ നിന്നൊക്കെ മാറി പോസിറ്റീവ് സൈക്കോളജി വന്നപ്പോൾ അതിൽ പറയുന്നത് നമ്മുടെ പ്രോബ്ലംസ് നിന്ന് ചേഞ്ച് ആക്കുകയും അതിനോടൊപ്പം തന്നെ അവർക്ക് വെൽബീയിങ് ഉണ്ടാക്കുക അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള ക്വാളിറ്റീസും കൂടെ അതിന്റെ കൂടെ എന്ത് ചെയ്യണം, നമ്മൾ ബിൽഡ് ചെയ്യണം എന്നുള്ളതിലേക്ക് സൈക്കോളജി എന്ത് ചെയ്തിട്ടുണ്ട്, ചേഞ്ച് ആയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ദിസ് ഈസ് എസ്പെഷ്യലി റിലവന്റ് ടു ദ തെറാപ്പോട്ടിക് കോണ്ടെക്സ്റ്റ് സിൻസ് പോസിറ്റീവ് സൈക്കോളജിസ്റ്റ് വുഡ് ആർഗ്യൂ ദാറ്റ് ദ റോൾ ഓഫ് ദ തെറാപ്പിസ്റ്റ് ഈസ് നോട്ട് to simply alleviate distress and leave the person free from symptomatology, but also to facilitate well-being and fulfillment, which is not only a worthwhile goal in its own right. It also serves as a preventive function that buffers against future psychopathology and even recovery from illness. അതായത് ഇതിൽ പറയുന്നത് ഇതേപോലെ തന്നെയാണ് എന്താണ് ഈ പോസിറ്റീവ് നമ്മൾ പ്രോബ്ലംസിനെ ഒഴിവാക്കുക എന്നുള്ളതിനോടൊപ്പം തന്നെ അവിടെ പോസിറ്റീവ് ക്വാളിറ്റീസും കൂടെ ബിൽഡ് ചെയ്യുക എന്നുള്ളത് പോസിറ്റീവ് സൈക്കോളജിന്റെ ഒരു പ്രൈമറി ഗോളാണ്. അപ്പൊ ഇതേ സാധനം തന്നെയാണ് തെറാപ്പോട്ടിക് കോണ്ടെക്സ്റ്റിൽ നടക്കുന്നത്. അപ്പോൾ പോസിറ്റീവ് സൈക്കോളജിസ്റ്റുകളുടെ റോൾ എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു പേഴ്സന്റെ ഡിസ്ട്രെസ് നമ്മൾ മാറ്റി കൊടുക്കുന്നതോടൊപ്പം അല്ലെങ്കിൽ ആ ഒരു പേഴ്സണിനെ ആ ഒരു സിംറ്റത്തിൽ നിന്നും അല്ലെങ്കിൽ ആ ഒരു ഡിസോർഡേഴ്സിൽ നിന്നും ആളെ മാറ്റിയിട്ട്, അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഡിപ്രഷൻ ആണെങ്കിൽ ഡിപ്രഷൻ സോൾവ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അവരെ വെൽബിങ് ആൻഡ് ഫുൾഫിൽമെന്റും കൂടെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതാണ് പോസിറ്റീവ് സൈക്കോളജിയിൽ നമ്മൾ ചെയ്യുന്നത്. അതായത് അവരെ നമ്മൾ എന്താ പറയുക എങ്ങനെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാം, അവർക്ക് എങ്ങനെ ഗുഡ് റിലേഷൻഷിപ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള സ്കില്ലുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനോടൊപ്പം എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു പ്രോബ്ലം റിമൂവ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അവർക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിലൂടെ ഇതൊരു പ്രിവെന്റീവ് ആയിട്ടുള്ള രീതിയിലേക്കാണ്, അല്ലെങ്കിൽ പ്രിവെന്റീവ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു തെറാപ്പി നടക്കുന്നുണ്ട്. അതായത് ഇപ്പൊ ഒരു ഗുഡ് റിലേഷൻഷിപ്പും അതുപോലെ തന്നെ എങ്ങനെയാണ് ഇമോഷൻസ് കൺട്രോൾ ചെയ്യേണ്ടത് അതുപോലെയുള്ള സ്കിൽസുകളൊക്കെ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ഭാവിയിൽ അങ്ങനെയോട് മെന്റൽ പ്രോബ്ലംസ് ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ കുറവാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും താങ്ക് യു. ഇനി ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അപ്പൊ എല്ലാവർക്കും നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു സോ മച്ച്.